രണ്ടുപേരും വലിയ ബുദ്ധിജീവികളാണെന്ന് വെപ്പ്. എവിടെ എടാ, ഒരു അല്പം കോമൺ സെൻസ് ഉണ്ട്, നീ അങ്ങനെ ചെയ്യൂ? അത് ശരി, ഞാൻ എന്ത് ചെയ്തു? അവളാണ് ഇതിനൊക്കെ കാരണം. പല സിറ്റുവേഷനിൽ വെച്ച് അവളാണ് എന്നെ ഇൻസൾട്ട് ചെയ്തത്. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നെ കെട്ടാൻ പറ്റുമെന്ന് പരസ്യമായി ചോദിക്കുക. നൂറ സ്റ്റൈലാണ് അത്ര. എന്നാൽ ഇതേ ഷാജർ സ്റ്റൈലാ. എനിക്കിട്ട് തന്നതിനൊക്കെ ഞാൻ അവൾക്ക് തിരിച്ചു കൊടുത്തു. ദാറ്റ്സ് ഓൾ. നിങ്ങൾ ആണുങ്ങൾക്ക് ഇതൊക്കെ നിസ്സാര. എത്ര ഫോർവേഡ് ആയാലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന ഹ്യൂമിലിയേഷൻ അത് നിനക്ക് മനസ്സിലാവില്ല. ഷാജർ, ഇപ്പൊ അവളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാരും അവളെ ആയിരിക്കും കുറ്റപ്പെടുത്തുന്നുണ്ടാവുക. ഷാജറെ, ദിസ് ഈസ് നോട്ട് എ ജോക്ക്. എന്തായാലും നീ തന്നെ വേണം ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ. നിന്റെ മനസ്സിൽ എന്താണെങ്കിലും അവൾ അവിടെ ഇരിക്കുന്നത് അത് അവളോട് ചെന്ന് പറ. അതല്ലടാ നല്ല ഫ്രണ്ട്ഷിപ്പ്. പോ, ചെല്ല്. ചെല്ലടാ. സോറി നൂറ, ഐ എം റിയലി സോറി. എനിക്കൊന്നും കേൾക്കണ്ട. കേക്കണം നൂറ. നൂറ, രണ്ടുപേരും ഈഗോടെ ആശാന്മാരാ. എന്താവോ എന്തോ. ഈ തറവാട്ടിൽ മൂത്തോരായി നമ്മളുള്ളപ്പം ഈ കളിയൊന്നും നടക്കൂല. പാരമ്പര്യം മറന്നുള്ള പഠിപ്പ് ഇതോടെ മതിയാക്ക്. വിളിക്കടി എവിടെ ഇങ്ങോട്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഓ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? അതാവാൻ പറപ്പ്. പാട്ടും കൂത്തും അല്ല ജീവിതം. വലിയ വായിൽ വർത്താനം പറഞ്ഞാലോ ഇടുക്കാപ്പാറ പുസ്തകം വായിച്ചാലോ വിവരം ഉണ്ടാവൂല. ഡോക്ടറേറ്റ് എടുക്കാൻ പോകണോളെ കണ്ടെത്തിയ ബന്ധം കൊള്ളാം. ഈ തറവാട്ടിന്റെ അടുക്കളപ്പുറത്ത് പോലും കയറ്റാൻ കൊള്ളാത്ത അപ്പക്കച്ചവടക്കാരൻ. സമുദായം മാനിക്കുന്ന മതപണ്ഡിതനായ പൂക്കോട്ടെ തങ്ങൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുക, പണത്തിന്റെ ഏറ്റക്കുറിച്ചൽ ഏത് തുലാസിലിട്ടാ അള്ളാഹു അളന്നത്? ചോദിക്കുന്നവർക്കും ചോദിക്കാൻ മടിയുള്ളവർക്കും കൊടുക്കണമെന്നല്ലേ ദൈവവാക്ക്? തർക്കുത്തരം പറയുന്നോ മൂത്തോരോട്? തുടങ്ങിയ പൊട്ടലും ചീറ്റലും ഇയാൾ എപ്പോഴും ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. നിനക്ക് ഞാൻ തന്ന സ്വാതന്ത്ര്യമല്ല, സ്നേഹമാണ് കൂടിപ്പോയത്. ഇനിയും ഇത് തുടരാനാണ് ഭാവമെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കോളെ ഈ വീട്ടിൽ നിന്ന്. നൂറ, എങ്ങോട്ടാ? ഷാജറിന്റെ അടുത്തേക്ക്. അഹങ്കാരി, ഓട്ടെ എവിടെയെങ്കിലും. മോളെ എളേപ്പ, പടച്ചോനെ മറന്നിട്ട് നൂറ ഇതുവരെ ജീവിച്ചിട്ടില്ലല്ലോ. ഇല്ല മോളെ, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ചട്ടകം കൊണ്ടേ ചെക്കന്റെ നടുപുറം പൊള്ളിക്കലിത്താത്ത. കലത്തപ്പം പരത്തിയും കായപ്പം ചുട്ടും ഈ ചട്ടകം കൊണ്ടാ ഓനെ ഞാൻ ഇത്രത്തോളം വളർത്തിയത്. ഓന്റെ തോന്നിയ ഇന്നത്തോടെ ഞാൻ നിർത്തിത്തരാം. എടാ കുരുത്തം കെട്ടാനെ, മാമ്പറം വീടിന് പണത്തിന് മാത്രമേ കുറവുള്ളൂ, മാനത്തിന് ഒരു കുറവുമില്ല. കുടുംബത്തിന് ചീത്തപ്പേര് കേൾപ്പിക്കാൻ അവന്റെ ഒരു മുഖം. प्यार भरे दो शर्मीले नैन जिनसे मिला है मेरे दिल को चैन, कोई जाने ना
क्यों मुझसे शर्माए, कैसे मुझे तड़पाए। प्यार भरे दो शर्मीले नैन, जिनसे मिला है मेरे दिल को चैन। कोई जाने ना क्यों मुझसे शर्माए, कैसे मुझे तड़पाए। प्यार भरे दो शर्मीले नैन। പോയി ചോദിക്കും ഉമ്മയോട്. ഉമ്മ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ഉമ്മ എന്താ ഒന്നും പറയാത്തത്? ഇവരാരാണെന്ന് അറിയൂ നിനക്ക്? നിന്റെ ബാപ്പ മനസ്സ് പറിച്ചു കൊടുത്ത ഗുൽ മുഹമ്മദ് സാഹിബിന്റെ മക്കള്. പണവും പാരമ്പര്യവും ഒന്നുമല്ല, അവസാന വാക്ക് സ്നേഹമാണെന്ന് പാട്ടുപാടി കാണിച്ചു തന്ന എൻ്റെ ബാപ്പാന്റെ പ്രിയപ്പെട്ട ചങ്ങായിന്റെ മക്കൾ ഷാജഹാൻ, സൈനബ. സൈനബ, സൈനബ, ഈ കുട്ടികളെടുത്ത തീരുമാനം അള്ളാഹുവിന്റെ തീരുമാനാ. നിങ്ങളുടെയും നൂറയുടെയും പാപ്പമാർ ജീവിച്ചിരുന്നുവെങ്കിൽ ഇത് തന്നെയായിരിക്കും നടക്കുക. അതുകൊണ്ട് ചടങ്ങുകളൊന്നുമില്ലാതെ ഞാനിവനെ ചോദിക്കുക, എന്റെ മോക്ക് വേണ്ടി. സമ്മതം 1000 വട്ടം.